ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂട്യൂബിൻ്റെ അൽഗോരിതത്തെക്കുറിച്ചാണ്. നമ്മളൊരു വീഡിയോ, ഒരു ന്യൂ യൂട്യൂബർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക്കാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്, യൂട്യൂബ് അത് എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ന്യൂ യൂട്യൂബർ എന്നുള്ളതല്ല, എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ കാര്യത്തിലും ഒരേ അൽഗോരിതം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത് ന്യൂ യൂട്യൂബേഴ്സിനാണ് ഒന്നുകൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ ഹെൽപ്ഫുള്ളായിട്ട് ഇപ്പോഴത്തെ സെറ്റിങ്സ്, യൂട്യൂബിൻ്റെ അൽഗോരിതം കൂടുതൽ ന്യൂ യൂട്യൂബേഴ്സിന് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാര്യം, തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ നമ്മുടെ വ്യൂസ് സ്പാം ആകുന്നതിനെ കുറിച്ച്, സബ്സ്ക്രൈബേഴ്സ് സ്പാം ആകുന്നത്, അതുപോലെ സബ് ഫോർ സബിനെ കുറിച്ചും സ്പാം കമൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ന്യൂ യൂട്യൂബറാണെന്ന് തോന്നുന്നു ഒരു നല്ലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം വളരെ നല്ലൊരു കമൻറ്റാണെന്ന് പറയും. ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സിന് ഉള്ള ഒരു സംശയം തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐഡിയയിൽ നിന്നാണ് ജലേഖ 985 എന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ് നമുക്ക് ആ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് വായിക്കാം. ഇത് കാണുന്ന മിക്ക ന്യൂ യൂട്യൂബേഴ്സിനും ഈ ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ യൂട്യൂബിൻ്റെ അൽഗോരിതം പറയുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള സംശയവും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ കമൻ്റ് ഒന്ന് വായിക്കാം. അത് തന്നെയല്ലേ ബിസിനസ്? പുറത്തുനിന്ന് ഒരാൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഓൺലൈൻ ഉള്ളവർക്കല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ പരസ്പരം ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ വ്യൂവേഴ്സിനെ കിട്ടുന്നത്? എല്ലാവരും കോണ്ടാക്റ്റ് വഴിയല്ലേ കണക്റ്റ് ആവുക? അത് കിട്ടുന്നത് യൂട്യൂബിലുള്ള ID മാത്രമല്ലേ? ദാറ്റ് ലോജിക് ഈസ് നോട്ട് റൈറ്റ് എന്നുള്ളത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സബ് ഫോർ സബിനെ കുറിച്ചും ആ രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ നമുക്ക് ഒരു ന്യൂ യൂട്യൂബറാണ്, അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും, വ്യൂവേഴ്സ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള, അപ്പോൾ എൻ്റെ ചാനലിൻ്റെ താഴെ വന്നിട്ട് നമ്മൾ കമൻറ്റ്, ഇപ്പോൾ ലൈവായിട്ടുള്ള ആൾ അതിലിങ്ങനെ ന്യൂ വീഡിയോ ആയതുകൊണ്ട് അതിൽ കൂടുതൽ ആളുകൾ വന്ന് കാണും, കമൻറ്റ് വായിക്കും. അപ്പോൾ അത് അങ്ങനെ, അപ്പോൾ അതിൽ നിന്ന് വല്ല കമൻറ്റ് ഇടുമ്പോൾ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ കമൻറ്റ് ഇടുന്നത്. ന്യൂ യൂട്യൂബർ എന്ന നിലയിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മാർഗം തന്നെയാണ് ഇത് എന്നുള്ളത്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചാനൽ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വീഡിയോക്ക് വ്യൂവേഴ്സായിട്ട് വരുന്നത് ക്രിയേറ്റേഴ്സ് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ വന്നൊരു സബ്സ്ക്രൈബേഴ്സിനെ സബ് ഫോർ സബ് വാങ്ങുന്നു. അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്ത് വീഡിയോ ആണ് ഇടുന്നത്, അത് കാണാൻ ഈ ആളിന് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഞാൻ അടുത്ത പോയിൻ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ എൻ്റെ വീഡിയോയിൽ യൂട്യൂബിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ യൂട്യൂബിനെ കുറിച്ചുള്ളവരായതുകൊണ്ട് അവരത് വന്ന് കാണും. അത് എത്രത്തോളം കാണുമ്പോൾ അത് അവർ തമ്പനയിൽ വരെ നോക്കും. ഞാൻ ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എന്ന് തമ്പനയിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ന്യൂ യൂട്യൂബേഴ്സ് അല്ലാതെ മോണിറ്റൈസേഷൻ ആയ ചാനലിൻ്റെ ID ചാനലുള്ളവരുണ്ടെങ്കിൽ പോലും അത് കാണുന്നില്ല. ഇപ്പോൾ എനിക്ക് 60,000 വ്യൂസ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോക്കും 60,000 വ്യൂസ് വരുന്നില്ല. അപ്പോൾ അത് എൻ്റെ തമ്പനയിലും അല്ലെങ്കിൽ എൻ്റെ ടൈറ്റിലും കണ്ടിട്ട് അത് എനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരതിൽ ക്ലിക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഈ സബ് ഫോർ സബ് വാങ്ങുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ കുറേ ക്രിയേറ്റേഴ്സിനെയാണ് നിങ്ങളുടെ ചാനലിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് നിങ്ങളിങ്ങനെ ക്രിയേറ്റേഴ്സിനെ സബ് ഫോർ സബ് വാങ്ങിച്ചെടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. പക്ഷെ നിങ്ങൾ അടുത്തൊരു വീഡിയോ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ആ ക്രിയേറ്റർ വന്നിട്ട് നിങ്ങളുടെ വീഡിയോ കാണില്ല. അവർക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു സബ്ജക്റ്റായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഗാർഡനിങ് ആണ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾ ഇതുപോലെ സബ് ഫോർ സബ് വാങ്ങി അങ്ങനെ നിങ്ങളുടെ സബ്സ്ക്രൈബ് കൗണ്ടൊക്കെ കൂടും. പക്ഷേ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ ഈ ഒരു സബ്സ്ക്രൈബ് കൗണ്ട് നിങ്ങൾക്ക് വ്യൂസായിട്ട് വരുന്നുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട് ആരും വരില്ല. കാരണം അവർ ക്രിയേറ്റേഴ്സിന് പ്രത്യേകിച്ചറിയാം. കാരണം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് വാച്ച് ടൈമാണ് കിട്ടുന്നത്, അവർക്ക് പരസ്യം വരും, അവർക്ക് ക്യാഷ് കിട്ടും എന്നുള്ളതൊക്കെ. ഇതിൻ്റെ അപ്പുറം കടന്ന് ഒരു ക്രിയേറ്റേഴ്സിനെ സബ്സ്ക്രൈബേഴ്സായിട്ട് വേണ്ടത് എന്നെപ്പോലെയുള്ള കണ്ടൻറ്റ് ചെയ്യുന്നവർക്കാണ്.
നിങ്ങൾക്ക് വേണ്ടത് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഗാർഡനിങ് പറഞ്ഞു, കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിലേക്ക് നിങ്ങൾ എത്താനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞപ്പോൾ അത്രയും വൈഡായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അത് ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സിന് ഈ ഒരു സംശയം ഉള്ളതുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊരു ന്യൂ യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സംശയം, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ വ്യൂസ് കിട്ടും, ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് കുറവാണ്, ഞങ്ങളുടെ വ്യൂവേഴ്സിനെ എങ്ങനെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. യൂട്യൂബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂട്യൂബ് നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അല്ലെ AI എന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഈ അടുത്ത സമയത്താണ്. പക്ഷേ ഇതിനൊക്കെ എത്രയോ മുന്നേ ഈ ഒരു AI ഉപയോഗിച്ച് ഒരു മേഖലയാണ് യൂട്യൂബ് എന്ന് പറയാം. കാരണം നിങ്ങളുടെ വീട്ടിൽ കുറേ ആളുകളുണ്ടാവും, ഏജ് പല ഗ്രൂപ്പായിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ, അവരുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടാകും. കുട്ടികളുടെ കയ്യിൽ, അതല്ലെങ്കിൽ ടീനേജേഴ്സ്, അതുപോലെ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ നിങ്ങളുടെ അമ്മ, ഇവരുടെയൊക്കെ ഫോൺ നിങ്ങളെടുത്തിട്ട് യൂട്യൂബിൻ്റെ ഹോം പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഈ യൂട്യൂബിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവരുടെ ഫോണിലും വ്യത്യസ്തമായിട്ടായിരിക്കും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുക, അതായത് ഇംപ്രഷൻ കാണാൻ കഴിയുക. അതായത് ആ ഹോം ഫീഡിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. കുട്ടികളുടേതാണെങ്കിൽ അവരുമായിട്ടും അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ കുട്ടികളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാർട്ടൂണും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് വരും. അതുപോലെ നമ്മൾ ടീനേജേഴ്സ് ആണെങ്കിൽ അവരുടെ സെർച്ചിങ്ങും അവരുടെ ഒരു ഇതിനനുസരിച്ചിട്ട് വരും. നമ്മുടേതാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണാണെങ്കിൽ നിങ്ങൾ ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾ സ്ഥിരമായിട്ട് സിനിമ കാണുന്നവരാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരിക. അതല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് എന്താണ് എന്നുള്ളത് യൂട്യൂബ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇംപ്രഷൻ അല്ലെങ്കിൽ തമ്പനയിലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇത് തന്നെ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഡിഫറൻ്റ് ആയിരിക്കും. ഒന്നുകിൽ ഒരു ആത്മീയ തലത്തിൽ, അല്ലെങ്കിൽ സീരിയൽ, അല്ലെങ്കിൽ അത് അവരെന്താണോ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ യൂട്യൂബ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ വരേണ്ടത്. നിങ്ങളൊരു ന്യൂ യൂട്യൂബറാണ്, നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ നമ്മളിങ്ങനെ ഓരോ കമൻ്റായിട്ട് നമ്മൾ ആകർഷിക്കുമ്പോൾ അതിനേക്കാളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ വീഡിയോയുടെ മെത്തഡാറ്റ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങളുടെ വീഡിയോൻ്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്, തമ്പനെയിൽ മുതലായവ. അപ്പോൾ ഞാനൊരു ന്യൂ യൂട്യൂബറാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ആദ്യത്തെ എൻ്റെ വീഡിയോക്ക് തന്നെ ഞാൻ ഒരുപാട് വ്യൂസ് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ഏത് ക്ലിക്കായിട്ടുള്ള യൂട്യൂബേഴ്സിനോട് ചോദിച്ചാലും ആദ്യത്തെ വീഡിയോക്കൊന്നും വ്യൂസ് ഉണ്ടാവില്ല. രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നു, അങ്ങനെ നമ്മൾ കുറേ വീഡിയോസ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാനൊരു കുക്കിംഗ് ചാനലാണ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു വീഡിയോ ഹൗ ടു മേക്ക് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസൊന്നും എനിക്ക് വരാനില്ല. എൻ്റെ അതിൽ സബ്സ്ക്രൈബേഴ്സും കുറവാണ്, മാത്രമല്ല എൻ്റെ വീഡിയോ റാങ്കിങ്ങിലേക്ക് വന്നിട്ടില്ല ചാനൽ. ഞാൻ അടുത്ത കുക്കിംഗ് വീഡിയോ ഇടുന്നു, അടുത്ത കുക്കിംഗ് വീഡിയോ, അങ്ങനെ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുക്കിംഗ് എന്നുള്ള രീതിയിൽ എൻ്റെ ചാനലിൻ്റെ റാങ്കിങ് മുന്നോട്ട് വരും. ഞാൻ ഉപയോഗിക്കുന്ന കീവേഡുകളിൽ നിന്നാണ് യൂട്യൂബ് മനസ്സിലാക്കുന്നത് എൻ്റെ ചാനൽ എന്താണ് എന്നുള്ളത്, എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്കാണ് എൻ്റെ വീഡിയോ യൂട്യൂബ് എത്തിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോൾ അവരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. എൻ്റെ ചാനലുമായിട്ട് ഇപ്പോൾ നമുക്ക് ലിങ്ക് ചെയ്തിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചെയ്തൊരു വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക? എന്നോടൊരു പാവം തോന്നിയിട്ട്, പാവം സബ്സ്ക്രൈബ് കുറവാണ്, എന്നാൽ ഒന്ന് ചെയ്തേക്കാം എന്ന് കരുതിയിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി, ഇനി അടുത്ത വീഡിയോ മിസ്സാകരുത് എന്ന് തോന്നുമ്പോഴാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓർമ്മ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഞാൻ റിമൈൻഡ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ല. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് ഓർമ്മ വരും. പക്ഷേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്, അടുത്ത വീഡിയോ നിങ്ങൾക്ക് മിസ്സാകരുത് എന്ന് തോന്നിയാൽ മാത്രമാണ് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത വീഡിയോ യൂട്യൂബിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളത് കാണും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇതുപോലെയുള്ള കമൻറ്റുകളിൽ നിന്ന്, അല്ലെങ്കിൽ സബ് ഫോർ സബ്, അല്ലെങ്കിൽ ടാസ്ക് ഒക്കെ ചെയ്യുന്ന ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങിയെടുത്ത് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സായി. അവിടെ നിങ്ങൾ ആക്റ്റീവായിട്ട് നേരത്തെ ആ കമൻറ്റിൽ പറഞ്ഞ പോലെ ഓൺലൈനായിട്ടുള്ള കുറച്ച് ആളുകൾ നിങ്ങളുടെ
അക്കൗണ്ടിലുണ്ട്. നല്ല ആക്റ്റീവായിട്ട് ക്രിയേറ്റേഴ്സായിട്ട് കമൻറ്റിൽ നിന്ന് പിക്ക് ചെയ്ത സബ്സ്ക്രൈബേഴ്സാണ്. നിങ്ങളൊരു വീഡിയോ ഇട്ടു, അപ്പോൾ സ്വാഭാവികമായിട്ട് യൂട്യൂബിൻ്റെ അൽഗോരിതം എന്താണ്, അതിൽ നിന്ന് കുറച്ച് ആളുകളിലേക്ക് യൂട്യൂബ് നിങ്ങളെ വീഡിയോ കാണിച്ചു കൊടുക്കും. ഇംപ്രഷൻ എന്ന് പറയും. അതിലെത്ര പേര് ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്ന് നോക്കും. CTR എന്ന് പറയും. അതിൽ CTR കൂടണം. അങ്ങനെ അത് CTRും കിട്ടി. നല്ല തമ്പനയിൽ വെച്ചു CTR കിട്ടി. CTR കിട്ടി. നിങ്ങളുടെ വീഡിയോ എത്ര സമയം കാണുന്നു എന്നുണ്ടെന്ന് നോക്കും. ആ ക്ലിക്ക് ചെയ്ത ആൾ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടിക്കഴിഞ്ഞാൽ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യും. ഇതാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആരിലേക്കാണ് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കുക, ഇംപ്രഷൻ അയക്കുക? നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നിങ്ങളുടെ ചാനലിൽ കണ്ട് ഇഷ്ടപ്പെടാതെ സബ് ഫോർ സബ്ബായിട്ട് വാങ്ങിയവരാണെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ വീഡിയോ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടുന്ന രീതിയിലേക്ക് അവരുടെ വ്യൂ ഡ്യൂറേഷൻ വരാനും വളരെയധികം ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോവിലായിരിക്കും സംഭവിക്കുക. പിന്നെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലോക്ക് പൊട്ടിച്ച് പുറത്ത് ചാടാനും കഴിയും. എന്നാലും എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങളുടെ ചാനലിലേക്ക് കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അതിന് നിങ്ങൾ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കണ്ടൻറ്റ് നന്നാക്കുക എന്നുള്ളതാണ്. ഒരേ രീതിയിലുള്ള കണ്ടൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കണ്ടൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ റാങ്കിങ് കൂടും. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം, അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ് വരേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചാനലിൻ്റെ വളർച്ച വളരെ വേഗത്തിലായിരിക്കും. അത് ശരിക്കും വർക്കൗട്ടാകും. അങ്ങനെ നിങ്ങളൊന്ന് മാറി ചിന്തിച്ച് വീഡിയോസ് ചെയ്യാം. നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യണമെന്ന് പറയും, നല്ല തമ്പനയിൽ വെക്കണം എന്നൊക്കെ പറയും. ഇത് ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് നമ്മുടെ ചാനൽ ക്ലിക്കാകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ശരിയായ ട്രാക്കിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വഴി. അതല്ലാതെ നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം ഇതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളില്ല, ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എങ്കിലും നമ്മുടെ ടൈം അത് വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അത് നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂ യൂട്യൂബേഴ്സ് ഒരുപാട് ആളുകൾ വെറും സബ് ഫോർ സബിന് വേണ്ടി മാത്രം വീഡിയോൻ്റെ കണ്ടൻറ്റ് നന്നാക്കാതെ, അതിൻ്റെ ഔട്ട്പുട്ട് നന്നാക്കാതെ പലരും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ക്ലിക്കായിട്ടുള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അതിലൊന്നുമല്ല കാര്യം, നിങ്ങളുടെ കണ്ടൻറ്റാണ് യൂട്യൂബിലെ ഏറ്റവും വലിയ രാജാവ് എന്നുള്ളത്. അത് നന്നായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയൊക്കെ കറക്റ്റായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോൻ്റെ മെത്തഡ് ഡാറ്റ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോയിൽ പറയാം. അപ്പോൾ ന്യൂ യൂട്യൂബേഴ്സിന് ഇതൊരു ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുള്ളായിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.